സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് PSC ചോദിച്ച 160ഓളം ചോദ്യങ്ങളാണ്. ഇനി വരുന്ന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരും മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ അധികാരിയായി 2022 നിയമിക്കപ്പെട്ട വ്യക്തി ആരാണ്? ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ ISROയുടെ അധികാരിയായിട്ട് 2022 നിയമിക്കപ്പെട്ട വ്യക്തി ആരാണ് എന്നതാണ് ആദ്യത്തെ ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, S സോമനാഥാണ്. ഇപ്പോഴത്തെ ISROയുടെ ചെയർമാൻ ആരാണ്? ISRO ചെയർമാൻ ഡോക്ടർ വി നാരായണനാണ്. ഡോക്ടർ വി നാരായണനാണ് ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ. അടുത്ത ചോദ്യം, വ്യാകരണവും കവിതയും പ്രതിപാദിക്കുന്ന 14ാം നൂറ്റാണ്ടിലെ സംസ്കൃത ഗ്രന്ഥത്തിന്റെ പേര്. വ്യാകരണവും കവിതയും പ്രതിപാദിക്കുന്ന 14ാം നൂറ്റാണ്ടിലെ സംസ്കൃത ഗ്രന്ഥത്തിന്റെ പേരാണ് ലീലാതിലകം. ഓപ്ഷൻ എ ആണ് ഉത്തരം, ലീലാതിലകം. വ്യാപാര വിനിമയ തന്ത്രങ്ങൾ ഇവയിൽ ഏത് ഘടകവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു? വ്യാപാര വിനിമയ തന്ത്രങ്ങൾ ഇവിടെ തന്നിരിക്കുന്നത് വിപണനം, പ്രചാരണം, പരസ്യം, ബ്രാൻഡിംഗ് എന്നിവയാണ്. ഇതിൽ വ്യാപാര വിനിമയ തന്ത്രങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നത് വിപണനവുമായിട്ടാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, വിപണനം. ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ട് ഏത് രാജ്യത്തിലാണ്? ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ട് ഏത് രാജ്യത്തിൽ ആണ്? ചൈനയിലാണ്. ചൈന ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന രാജ്യം ചൈന. താഴെ പറയുന്നവയിൽ ഏതാണ് അടിസ്ഥാന ജീവിത സംരക്ഷണ ഘടകം? അടിസ്ഥാന ജീവിത സംരക്ഷണ ഘടകം തന്നിരിക്കുന്നത് സാങ്കേതിക വിദ്യ, പരിസ്ഥിതി, സംസ്കാരം. ഇതൊന്നുമല്ല. ഉത്തരം വരുന്നത് ഏതാണ്? അടിസ്ഥാനം ഓപ്ഷൻ ബി ആണ്, പരിസ്ഥിതിയാണ്. പരിസ്ഥിതി. 6 ലോകകപ്പ് കളിച്ച ആദ്യ വനിതാ ക്രിക്കറ്റ് ക്യാപ്റ്റൻ. 6 ലോകകപ്പ് കളിച്ച ആദ്യത്തെ വനിതാ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ആരാണ്? മിഥാലി രാജാണ്. മിഥാലി രാജ്. 2021 ജ്ഞാനപീഠ അവാർഡ് ജേതാവ് ആരാണ്? 2021 ജ്ഞാനപീഠ അവാർഡ് ജേതാവ് തന്നിരിക്കുന്നതിൽ ദാമോദർ മോസയാണ്. 2024 ജ്ഞാനപീഠ അവാർഡിന് അർഹനായത് ആരാണ്? ഹിന്ദി സാഹിത്യകാരൻ വിനോദ് കുമാർ ശുക്ലയാണ്. 2024 59ാമത് ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനായ സാഹിത്യകാരനാണ് വിനോദ് കുമാർ ശുക്ല. ഹിന്ദി സാഹിത്യകാരനാണ് വിനോദ് കുമാർ ശുക്ല, ഹിന്ദി സാഹിത്യകാരൻ. 2024 59ാമത് ജ്ഞാനപീഠ അവാർഡ് ജേതാവ്. ഛത്തീസ്ഗഡ് സ്വദേശിയാണ്. ഛത്തീസ്ഗഡ് സ്വദേശി. അടുത്ത ചോദ്യം, എവിടെയാണ് 1857 കലാപം ആരംഭിച്ചത്? ആരംഭിച്ചത് എവിടെയാണ്? മീററ്റിലാണ് 1857 കലാപം ആരംഭിച്ചത്. എന്നാണ് ദേശീയ ശാസ്ത്ര ദിനം ആചരിക്കുന്നത്? ദേശീയ ശാസ്ത്ര ദിനം എന്നാണ് ആചരിക്കുന്നത്? ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനം. ഫെബ്രുവരി 28. ഏത് വർഷമാണ് അന്താരാഷ്ട്ര സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വർഷമായിട്ട് തുർക്ക്മെനിസ്ഥാനിൽ നടത്തിയ UN ജനറൽ അസംബ്ലി പ്രഖ്യാപിച്ചത്? അന്താരാഷ്ട്ര സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വർഷമായിട്ട് പ്രഖ്യാപിച്ച വർഷം 2021. 2021. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 പ്രസ്താവനകൾ വായിക്കാം. ഇന്ത്യ ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള കര അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശുമായിട്ടാണ്. ഗൾഫ് ഓഫ് മന്നാറും പാക് കടലെടുക്കും ഇന്ത്യയെയും ശ്രീലങ്കയെയും വേർതിരിക്കുന്നു. റാഡ്ക്ലിഫ് രേഖ ഇന്ത്യയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്നു. ഖൈബർ ചുരം ഇന്ത്യയും ഭൂട്ടാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഇതിൽ ശരിയല്ലാത്ത പ്രസ്താവന എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഖൈബർ ചുരം ഇന്ത്യയും ഭൂട്ടാനെയും ബന്ധിപ്പിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് തെറ്റാണ്. ഖൈബർ ചുരം ബന്ധിപ്പിക്കുന്നത് പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും തമ്മിലാണ്. പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഖൈബർ ചുരം.
ഇന്ത്യ ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള കര അതിർത്തി പങ്കിടുന്നത് ഏത് അയൽ രാജ്യവുമായിട്ടാണ് എന്ന് ചോദിച്ചാൽ ഏതാണ് ഉത്തരം? ബംഗ്ലാദേശ് ആണ്. ഗൾഫ് ഓഫ് മാന്നാറും പാക് കടലിടുക്കും ഏതൊക്കെ രാജ്യങ്ങളെ തമ്മിൽ വേർതിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇന്ത്യയെയും ശ്രീലങ്കയെയുമാണ്. റാഡ്ക്ലിഫ് രേഖയോ ഇന്ത്യയെയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന രേഖയാണോ റാഡ്ക്ലിഫ് രേഖ. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയേക്കാൾ വിസ്തൃതിയുള്ള രാജ്യം. ഇന്ത്യയേക്കാൾ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് അർജന്റീന, അൾജീരിയ, ബ്രസീൽ, സൗദി അറേബ്യ എന്നിവയാണ്. ഇതിൽ ഇന്ത്യയേക്കാൾ വിസ്തീർണമുള്ള രാജ്യം എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്, ബ്രസീലാണ്. ബ്രസീൽ. ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? ഇന്ത്യയിലെ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടിയാണ്. ആനമുടി. ആനമുടിയുടെ ഉയരം എത്രയാണ് എന്ന് കമന്റ് ചെയ്യുക. താഴെ തന്നിരിക്കുന്നവയിൽ ശുദ്ധജല തടാകം അല്ലാത്തത് ഏത്? ശുദ്ധജല തടാകം അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്നു വൂളാർ തടാകം, ധാൽ തടാകം, ലോക്താക് തടാകം, സാമ്പാർ തടാകം. ഇതിൽ ശുദ്ധജല തടാകം അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, സാമ്പാർ തടാകമാണ് ശുദ്ധജല തടാകം അല്ലാത്തത്. സർദാർ സരോവർ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? സർദാർ സരോവർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? നർമ്മദയാണ്. നർമ്മദ നദിയിലാണ് സർദാർ സരോവർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. നദി നർമ്മദ. താഴെ പറയുന്നവയിൽ ജർമ്മനിയുടെ പങ്കാളിത്തത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏത് രാജ്യത്തിൻ്റെതാണ്? ജർമ്മനിയുടെ സഹായത്തോടെ. റൂർക്കേലയാണ്. റൂർക്കേലയാണ് ജർമ്മനിയുടെ സഹായത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് നിർമ്മാണശാല. കോർബ കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? കോർബ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഛത്തീസ്ഗഡ് ആണ്. കോർബ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡിലാണ്. ദേശീയ ജലപാത 2 ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ദേശീയ ജലപാത 2 ബന്ധിപ്പിക്കുന്നത് സാദിയ, ദുബ്രി എന്നിവയാണ്. സാദിയയെയും ദുബ്രിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയ ജലപാതയാണ് ദേശീയ ജലപാത 2. ദേശീയ ജലപാത 2. നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം എവിടെയാണ്? നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം ഹൈദരാബാദ് ആണ്. ഹൈദരാബാദ്. നറോറ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? നറോറ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തർപ്രദേശിലാണ് നറോറ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് ഭാഷയിലാണ് രചിച്ചത്? നമ്മുടെ ദേശീയ ഗാനമാണ് ജനഗണമന. ജനഗണമന രചിച്ചിരിക്കുന്ന ഭാഷ ഏതാണ്? ബംഗാളി ഭാഷയിലാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, ബംഗാളി. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്നും എടുത്തതാണ്? ഇന്ത്യയുടെ ദേശീയ ഗീതമാണ് വന്ദേ മാതരം. വന്ദേ മാതരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്നും എടുത്തതാണ് വന്ദേ മാതരം? ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നുമാണ്. ഓപ്ഷൻ ബി ആനന്ദമഠം. ഇന്ത്യൻ പൗരന്റെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റ് ഏതാണ്? മൗലികാവകാശങ്ങളെ സംരക്ഷിക്കുന്നത് ഭരണഘടനയാണ്. മൗലികാവകാശങ്ങളിൽ മാറ്റം വരുത്താൻ ഭരണഘടന ഭേദഗതിയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. ഗവൺമെന്റിന്റെ ഒരു ഘടകവും മൗലികാവകാശങ്ങൾ ലംഘിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ പാടുള്ളതല്ല. മൗലികാവകാശങ്ങൾ ന്യായവാദാർഹമല്ല. ഇതിൽ തെറ്റ് ഏതാണ് വരുന്നത്? തെറ്റായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. മൗലികാവകാശങ്ങൾ ന്യായവാദാർഹമല്ല എന്ന് പറഞ്ഞിരിക്കുന്നതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. മൗലികാവകാശങ്ങളെ സംരക്ഷിക്കുന്നത് ഭരണഘടനയാണ്, ശരിയാണ്. മൗലികാവകാശങ്ങളിൽ മാറ്റം വരുത്തുവാൻ ഭരണഘടന ഭേദഗതിയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ, ശരിയാണ്. ഗവൺമെന്റിന്റെ ഒരു ഘടകവും മൗലികാവകാശങ്ങൾ ലംഘിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ പാടുള്ളതല്ല എന്ന് പറഞ്ഞിരിക്കുന്നു, ശരിയാണ്. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 2005. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ്. ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ഇപ്പോഴത്തേത് ആരാണ്? ബി രാമസുബ്രഹ്മണ്യനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ.
ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നും എടുത്തതാണ്? മൗലിക കടമകൾ ഏത് രാജ്യത്തിൽ നിന്നുമാണ്? സോവിയറ്റ് യൂണിയൻ ആണ്. സോവിയറ്റ് യൂണിയൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 32. ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ ഉൾപ്പെട്ടിട്ടുള്ള മൃഗങ്ങൾ ഏതല്ല? ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ ഉൾപ്പെട്ടിട്ടുള്ള മൃഗങ്ങൾ ഓപ്ഷൻ ഡി ആണ് ആന, കാള, സിംഹം, കുതിര. ആന, കാള, സിംഹം, കുതിര എന്നിവയാണ് ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ ഉൾപ്പെട്ടിട്ടുള്ള മൃഗങ്ങൾ. കൂട്ടത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സ്വത്തവകാശം, മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? സ്വത്തവകാശമാണ്. ബാക്കിയെല്ലാം തന്നിരിക്കുന്നത് മൗലികാവകാശമാണ്. സ്വത്തവകാശം ഇപ്പോൾ നിയമാവകാശമാണ്. ത്രിവർണ പതാക ഇന്ത്യയുടെ ദേശീയ പതാകയായിട്ട് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് എന്നാണ്? ത്രിവർണ പതാകയെ ദേശീയ പതാകയായിട്ട് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് 1947 ജൂലൈ 22-നാണ്. 1947 ജൂലൈ 22. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം? ബംഗാളി ഭാഷയിൽ ആരംഭിച്ചത് സമ്പാദ് കൗമുദിയാണ്. സമ്പാദ് കൗമുദി ആരുടെ പത്രമാണ്? രാജാറാം മോഹൻ റോയുടേതാണ്. ഏത് ഭാഷയിലാണ്? ബംഗാളി ഭാഷയിലാണ്. 1907 ജർമ്മനിയിലെ സ്റ്റാറ്റ്ഗട്ടിൽ വെച്ച് നടന്ന ഇന്റർനാഷണൽ ഡേ സമ്മേളനത്തിൽ ത്രിവർണ പതാക ഉയർത്തിയ ഇന്ത്യൻ വനിത ആരാണ്? 1907 ജർമ്മനിയിലെ സ്റ്റാറ്റ്ഗട്ടിൽ ആരാണ്? മാഡം ഭിക്കാജി കാമയാണ്. മാഡം ഭിക്കാജി കാമ. പ്രത്യക്ഷ രക്ഷാ ദേവസഭ എന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ? പ്രത്യക്ഷ രക്ഷാ ദേവസഭ കുമാരഗുരുദേവനാണ്. കുമാരഗുരുദേവൻ. ഇന്ത്യയുടെ ദാരിദ്ര്യത്തിന് കാരണം ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചോർച്ചയാണെന്ന് ചോർച്ച സിദ്ധാന്തത്തിലൂടെ സമർത്ഥിച്ച ഇന്ത്യൻ സാമ്പത്തിക വിദഗ്ധൻ ആരാണ്? ചോർച്ച സിദ്ധാന്തം ആവിഷ്കരിച്ചത് ദാദാഭായ് നവറോജിയാണ്. ദാദാഭായ് നവറോജി. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ? സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? മൗണ്ട് ബാറ്റൻ പ്രഭു. മൗണ്ട് ബാറ്റൻ പ്രഭു. കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല? ആദ്യത്തെ സർവകലാശാല തിരുവിതാംകൂർ സർവകലാശാലയാണ്. കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല ഏതാണ്? തിരുവിതാംകൂർ സർവകലാശാല. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത്? കേരള ഗാന്ധി കെ കേളപ്പൻ. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നീ കൃതികളുടെ രചയിതാവായ സാമൂഹ്യ പരിഷ്കർത്താവ്? വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നിവയെല്ലാം ആരുടെ കൃതികളാണ്? ചട്ടമ്പി സ്വാമികളുടെ കൃതികളാണ്. പ്രാചീന മലയാളം ആരുടെ കൃതിയാണ്? ചട്ടമ്പി സ്വാമികളുടേതാണ്. വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ്? ചട്ടമ്പി സ്വാമികൾ. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള കേരളത്തിന്റെ ഭൂപ്രകൃതി വിഭാഗം? 7.5 to 75. ഇടനാടാണ്. ഇടനാട്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട തടാകമാണ്. ശാസ്താംകോട്ട തടാകം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിലാണ് ശാസ്താംകോട്ട തടാകം സ്ഥിതി ചെയ്യുന്നത്. കൊല്ലം ജില്ല. ആലപ്പുഴ, കോട്ടയം, എറണാകുളം. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കായൽ ഏതാണ്? വേമ്പനാട്ടു കായലാണ് ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന കായൽ. താഴെ പറയുന്നവയിൽ റെയിൽവേ ഇല്ലാത്ത ജില്ല? റെയിൽവേ ഇല്ലാത്തത് തന്നിരിക്കുന്നു. പത്തനംതിട്ട, പാലക്കാട്, മലപ്പുറം, വയനാട്. റെയിൽവേ ഇല്ലാത്ത ജില്ല വയനാട്. ശ്രീനാരായണ ഗുരുവിന്റെ ജന്മസ്ഥലം ഏതാണ്? ശ്രീനാരായണ ഗുരുവിന്റെ ജന്മസ്ഥലം ചെമ്പഴന്തിയാണ്. ചെമ്പഴന്തി. കേരളത്തിലെ ദേശീയ ജലപാത NW3, നാഷണൽ വാട്ടർ വേ 3. NW3 ആണ് കേരളത്തിലെ ദേശീയ ജലപാത. 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി? 1817 ഗൗരി പാർവതി ബായി ആണ്. ഗൗരി പാർവതി ബായി. വൈക്കം സത്യാഗ്രഹ സമരത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സവർണ ജാഥ സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്?
മന്നത്ത് പത്മനാഭനാണ്. വൈക്കം സത്യാഗ്രഹത്തോട്, ഏത് സത്യാഗ്രഹത്തിനാണ്? വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സവർണ ജാഥ സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് മന്നത്ത് പത്മനാഭൻ. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അവസാനത്തെ ബഹുജന സമരം ക്വിറ്റ് ഇന്ത്യ സമരം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? ലാഹോറിലാണ്. ലാഹോർ സമ്മേളനം 1929. ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ലോകമാന്യ ബാലഗംഗാധര തിലകാണ്. ബാലഗംഗാധര തിലക്. സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ. സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായിട്ട് നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷനാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ. കേരളത്തിൽ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന വർഷം. ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് 1957 1957. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായിട്ട് രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷനാരായിരുന്നു? ജസ്റ്റിസ് ഫസൽ അലി. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആദ്യമായി ആരംഭിച്ച സ്ഥലം മീററ്റ്. കേരളത്തിന്റെ ദേശീയോത്സവം ഓണമാണ്. വടക്കു കിഴക്കൻ മൺസൂൺ കാലം കേരളത്തിൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? വടക്കു കിഴക്കൻ മൺസൂൺ കാലം കേരളത്തിൽ അറിയപ്പെടുന്നത് തുലാവർഷം. വരിക വരിക സഹചരെ വലിയ സഹന സമരമായി. ഈ സ്വാതന്ത്ര്യ സമര ഗാനത്തിന്റെ രചയിതാവ് ആരാണ്? അംശി നാരായണ പിള്ളയാണ്. അംശി നാരായണ പിള്ള. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴയാണ്. ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഇടുക്കിയാണ്. തിരുവിതാംകൂറിലെ മുഖ്യ നിരത്തുകളിലൂടെ വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? അയ്യങ്കാളിയാണ്. വില്ലുവണ്ടി സമരം നടന്ന വർഷം 1893. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത നിർമ്മിച്ച വർഷം. കേരളത്തിലെ ഏത് വർഷമാണ്? 1861 കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത നിർമ്മിച്ച വർഷം. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നതിന്റെ പ്രധാന വേദി. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം എവിടെയായിരുന്നു? പയ്യന്നൂരാണ്. പയ്യന്നൂര്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തിരഞ്ഞെടുക്കുക. തന്നിരിക്കുന്ന ക്ഷയം, ടൈഫോയിഡ്, ചിക്കൻ പോക്സ്, എലിപ്പനി. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1, 3. ക്ഷയം, ചിക്കൻ പോക്സ് എന്നിവയാണ് വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ. ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല് ഏതാണ്? ആഹാരവസ്തുക്കൾ. ഓപ്ഷൻ സി ആണ്. കോമ്പല്ലാണ്. കോമ്പല്ല്. ലിംഗാധിഷ്ഠിത അക്രമ സാമൂഹിക ദുരുപയോഗത്തിന് ഇരയായിട്ടുള്ളവർക്കുള്ള മെഡിക്കൽ പരിചരണം എന്ന വിഷയത്തിൽ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? ഭൂമിക. പദ്ധതിയുടെ പേര് ഭൂമിക. ലിംഗാധിഷ്ഠിത അക്രമ സാമൂഹിക ദുരുപയോഗത്തിന് ഇരയായവർക്കുള്ള മെഡിക്കൽ പരിചരണം എന്ന വിഷയത്തിൽ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഭൂമിക. സ്കർവി ഏത് വിറ്റാമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്കർവി വിറ്റാമിൻ സിയുടെ അഭാവത്തിലുണ്ടാകുന്ന രോഗമാണ് സ്കർവി. രക്തത്തിലെ ദ്രാവക ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? രക്തത്തിലെ ദ്രാവക ഭാഗം പ്ലാസ്മയാണ്. പ്ലാസ്മ. താഴെ കൊടുത്തിട്ടുള്ളവയിൽ നെല്ലിന്റെ സങ്കരയിനം അല്ലാത്തത് ഏത്? നെല്ലിന്റെ സങ്കരയിനം അല്ലാത്തത് ഇവിടെ തന്നിരിക്കുന്നു. പവിത്ര, അനാമിക, ഹ്രസ്വ, ആർഗ എന്നിവ. ഓപ്ഷൻ എ ആണ് ഉത്തരം. 2, 4 എന്നിവയാണ് നെല്ലിന്റെ സങ്കരയിനങ്ങൾ അല്ലാത്തത്. താഴെ പറയുന്നവയിൽ ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകം. ചുവപ്പ് നിറം ആന്തോസയാനിനാണ്. ഓപ്ഷൻ സി ആന്തോസയാനിൻ. എണ്ണ മലിനീകരണം തടയാൻ കഴിവുള്ള സൂപ്പർ ബഗുകൾ എന്ന ജനിതക മാറ്റം വരുത്തിയ ബാക്ടീരിയയെ വികസിപ്പിച്ച ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞൻ ആനന്ദ് മോഹൻ ചക്രവർത്തിയാണ്. ആനന്ദ് മോഹൻ ചക്രവർത്തി. തോട്ടവിള ഗവേഷണ കേന്ദ്രം CPCRI സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡാണ്. കാസർഗോഡ്.
സൈലന്റ് വാലി വന്യജീവി സങ്കേതം ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം. സൈലന്റ് വാലി വന്യജീവി സങ്കേതം ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് 1984 1984. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ഐസോടോപ്പുകളുടെ ജോഡി കണ്ടെത്തുക. ഐസോടോപ്പുകൾ ഓപ്ഷൻ സി ആണ് കാർബൺ 12, കാർബൺ 14. അപദ്രവ്യങ്ങൾക്ക് അയിരിനേക്കാൾ സാന്ദ്രത കുറവാണെങ്കിൽ ഉപയോഗപ്പെടുത്തുന്ന സാന്ദ്രണ മാർഗം. അപദ്രവ്യങ്ങൾക്ക് അയിരിനേക്കാൾ സാന്ദ്രത കുറവാണെങ്കിൽ ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കലാണ്. ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ. റയർ എർത്ത്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന മൂലകങ്ങൾ ഏവ? റയർ എർത്ത്സ് ലാന്തനോയിഡുകളാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ലാന്തനോയിഡുകൾ. ഘനജലത്തിന്റെ രാസസൂത്രം ഏതാണ്? ഘനജലം D2O ആണ്. D2O. ക്ലോറോഫെനിക്കോൾ എന്ന ഔഷധം താഴെ കൊടുത്തിരിക്കുന്ന ഏത് വിഭാഗത്തിൽ പെടുന്നു? ക്ലോറോഫെനിക്കോൾ. ഈ ക്വസ്റ്റ്യൻ PSC റിമൂവ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് സംവഹനം. താഴെ തന്നിരിക്കുന്നതിൽ പാരമ്പര്യ ഊർജ സ്രോതസ് തന്നിരിക്കുന്നു. കാറ്റ്, തിരമാല, മണ്ണെണ്ണ, സൗരോർജം. പാരമ്പര്യ ഊർജ സ്രോതസ് മണ്ണെണ്ണ. ഇന്ത്യയുടെ ചൊവ്വ ദൗത്യം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇന്ത്യയുടെ ചൊവ്വ ദൗത്യമാണ് മംഗൾയാൻ. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. ഈ പ്രതിഭാസത്തിന് പറയുന്ന പേരെന്ത്? പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു വ്യത്യസ്തമായ മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. ഈ പ്രതിഭാസമാണ് അപവർത്തനം. ഓപ്ഷൻ എ ആണ് ഉത്തരം, അപവർത്തനം. ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം. ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഭ്രമണം. അടുത്ത ചോദ്യം, ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഗാന്ധിജിയുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ഇവിടെ തന്നിരിക്കുന്നത് 3 പ്രസ്താവനകളാണ്. 1-ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു, 3 വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുത്തു, 2-ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് 3. ഗാന്ധിജി 2-ാം വട്ടമേശ സമ്മേളനത്തിലാണ് പങ്കെടുത്തത്. 2-ാം വട്ടമേശ സമ്മേളനം. അടുത്തത്, ബർദോളി സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന. ബർദോളി സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട തെറ്റായിട്ടുള്ള പ്രസ്താവന. നിയമലംഘന പ്രസ്ഥാനമായിരുന്നു, ഭൂനികുതി വർദ്ധിപ്പിച്ചതിനെതിരെയായിരുന്നു, കർഷക സമരമായിരുന്നു, ഗാന്ധിജിയുടെ നേതൃത്വത്തിലായിരുന്നു. തെറ്റായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി 4 മാത്രമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. നിയമലംഘന പ്രസ്ഥാനമായിരുന്നു, ശരിയാണ്. ഭൂനികുതി വർദ്ധിപ്പിച്ചതിനെതിരെയായിരുന്നു, ശരിയാണ്. കർഷക സമരമായിരുന്നു, ശരിയാണ്. ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് സർദാർ വല്ലഭായ് പട്ടേലാണ്. സർദാർ വല്ലഭായ് പട്ടേൽ. റൗലറ്റ് പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികൾ. റൗലറ്റ് പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികൾ. ഇവിടെ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് സത്യപാൽ മാലിക്, മംഗൾ പാണ്ഡെ, വെല്ലിംഗ്ടൺ പ്രഭു, സൈഫുദ്ദീൻ കിച്ലു. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 1, 4. സത്യപാൽ മാലിക്, സൈഫുദ്ദീൻ കിച്ലു എന്നിവരാണ് റൗലറ്റ് പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികൾ. പിൻ തീയതി വെച്ച ചെക്ക് എന്ന വിശേഷണവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. പിൻ തീയതി വെച്ച ചെക്ക് എന്ന വിശേഷണവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് 1 മാത്രമാണ്. ഗാന്ധിജി ക്രിബ്സ് മിഷൻ. ഗാന്ധിജി ക്രിബ്സ് മിഷനെ വിശേഷിപ്പിച്ചതാണ് പിൻ തീയതി വെച്ച ചെക്ക് എന്ന്. പിൻ തീയതി വെച്ച ചെക്ക്. 1857 ബ്രിട്ടീഷ് വിരുദ്ധ കലാപകാലത്ത് ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം കൊടുത്തത്. ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? ജനറൽ ഭഗത് ഖാൻ, ബഹദൂർ ഷാ രണ്ടാമൻ എന്നിവരാണ് ഡൽഹിയിലെ കലാപത്തിന് നേതൃത്വം കൊടുത്തത്. ജനറൽ ഭഗത് ഖാൻ, ബഹദൂർ ഷാ രണ്ടാമൻ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളന വേദിയായ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഡൽഹിയിലാണ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളന വേദി ഏതായിരുന്നു? കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൾ. അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഡൽഹിയിലാണ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന മലയാളി വനിത ആരാണ്?
ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭയിലെ അംഗമായിരുന്ന മലയാളി വനിത? ദാക്ഷായണി വേലായുധനാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, ദാക്ഷായണി വേലായുധൻ. ഇന്ത്യൻ ജനതയുടെ മഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്ന ഭരണഘടനയുടെ ഭാഗം? ഇന്ത്യൻ ജനതയുടെ മഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്ന ഭരണഘടനയുടെ ഭാഗം മൗലിക അവകാശങ്ങളാണ്. മൗലിക അവകാശങ്ങൾ. യൂണിയൻ ലിസ്റ്റിൽ മാത്രം ഉൾപ്പെടുന്ന വിഭാഗം ഏതാണ്? യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഭാഗം ഏതാണ്? റെയിൽവേ ആണ്. റെയിൽവേ ഉൾപ്പെടുന്നത് യൂണിയൻ ലിസ്റ്റിലാണ്. വിവരാവകാശത്തിന്റെ കരട് രൂപം തയ്യാറാക്കിയ വ്യക്തി? വിവരാവകാശത്തിന്റെ കരട് രൂപം തയ്യാറാക്കിയത് ആരാണ്? PB സാവന്ത് ആണ്. PB സാവന്ത് ആണ് വിവരാവകാശത്തിന്റെ കരട് രൂപം തയ്യാറാക്കിയ വ്യക്തി. വൈകുണ്ഠസ്വാമിയുടെ രചന ഏതാണ്? തന്നിരിക്കുന്നു ദർശനമാല, നവമഞ്ജരി, ആദിഭാഷ, അരുൾനൂൽ. ഇതിൽ വൈകുണ്ഠസ്വാമിയുടെ രചന ഏതാണ്? ഓപ്ഷൻ സി ആണ്, 4 മാത്രമാണ്, അരുൾനൂൽ. വൈകുണ്ഠസ്വാമിയുടെ രചന ഏതാണ്? അരുൾനൂലാണ് വൈകുണ്ഠസ്വാമിയുടെ രചന. വേലുത്തമ്പിയുമായി ചേരാത്ത പ്രസ്താവന? വേലുത്തമ്പിയുമായിട്ട് ചേരാത്തത് തിരുവിതാംകൂറിലെ ദളവയായിരുന്നു. മാത്യു തരകനെ സംരക്ഷിച്ചു. മെക്കാളയുമായി ശത്രുതയിലായിരുന്നു. വേലുത്തമ്പിയുമായിട്ട് ചേരാത്ത പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വേലുത്തമ്പിയുമായിട്ട് ചേരാത്ത പ്രസ്താവന. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, 2 മാത്രം. മാത്യു തരകനെ സംരക്ഷിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നതാണ് വേലുത്തമ്പിയുമായിട്ട് ചേരാത്ത പ്രസ്താവന. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഭൂമി തരംതിരിച്ചിരുന്നത് ഏത് പേരിലാണ്? ആരുടെ കാലത്താണ് മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഭൂമി തരംതിരിച്ചിരുന്നത്? ഓപ്ഷൻ സി ആണ്, 2 മാത്രം. ബ്രഹ്മസം, ദേവസം, ദാനം, പണ്ടാരവക എന്നിങ്ങനെയാണ്. ബ്രഹ്മസം, ദേവസം, ദാനം, പണ്ടാരവക എന്നിങ്ങനെയാണ് മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഭൂമി തരംതിരിച്ചിരുന്നത്. ആത്മവിദ്യാസംഘം എന്ന സംഘടനയുടെ സ്ഥാപകൻ? ആത്മവിദ്യാസംഘം ആരുടേതാണ്? വാഗ്ഭടാനന്ദനാണ്. വാഗ്ഭടാനന്ദൻ. മലബാർ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായി. ഈ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുതകൾ ഏതാണ്? മലബാറാണ് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായി. ഇവിടെ തന്നിരിക്കുന്നു ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരമാണ്. കാനിങ് പ്രഭുവിന്റെ തീരുമാനമനുസരിച്ച് മൈസൂർ യുദ്ധത്തിൽ ടിപ്പു സുൽത്താന്റെ തോൽവിയെ തുടർന്നു. ഉത്തരം ഓപ്ഷൻ സി ആണ്, 1ഉം 3ഉമാണ്. ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം, അതുപോലെ മൈസൂർ യുദ്ധത്തിൽ ടിപ്പുവിൻ്റെ തോൽവിയെ തുടർന്ന്. ഈ 2 പ്രസ്താവനകളും ശരിയായിട്ടുള്ളതാണ്. മലബാർ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായത് ഏത് ഉടമ്പടി പ്രകാരമാണ് എന്ന് ചോദിക്കാറുണ്ട്. ഏതാണ്? ശ്രീരംഗപട്ടണം ഉടമ്പടിയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി ഏതാണ്? ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ളത് പെരിയാറിലാണ്. 2022 ലോകകപ്പ് ഫുട്ബോളിന് ആതിഥേയത്വം വഹിച്ച രാജ്യം? 2022 ഖത്തർ. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഇന്ത്യ ഏത് വിധത്തിലുള്ള സമ്പദ് വ്യവസ്ഥിതിയാണ് സ്വീകരിച്ചത്? സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം മിശ്ര സമ്പദ് വ്യവസ്ഥിതിയാണ്. മിശ്ര സമ്പദ് വ്യവസ്ഥിതി. ഏത് സംവിധാനത്തിന് പകരമാണ് 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്? ആസൂത്രണ കമ്മീഷന് പകരമായിട്ടാണ് നീതി ആയോഗ് നിലവിൽ വന്നത്. നീതി ആയോഗ് നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ 2015 ജനുവരി 1 ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി എന്നറിയപ്പെടുന്നത്? ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി പ്രശാന്ത ചന്ദ്ര മഹാലനോബിസ്. PC മഹാലനോബിസ് ആണ് ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യയെ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ പ്രാപ്തമാക്കിയത് ഹരിത വിപ്ലവമാണ്. ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ പ്രാപ്തമാക്കിയത് ഹരിത വിപ്ലവം. 1962 ഇൻഡോ ചൈന യുദ്ധത്തിന്റെ രാഷ്ട്രീയ കാരണം? 1962 ഇന്ത്യയും ചൈനയും തമ്മിൽ യുദ്ധമുണ്ടാക്കാനുണ്ടായ കാരണം? ഓപ്ഷൻ ഡി ആണ്, ദലൈലാമയ്ക്ക് അഭയം നൽകിയതാണ് കാരണം. 23ാമത്തെ ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 24ാമത് ഗവർണറായിട്ട് 2016 സ്ഥാനമേറ്റത് ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 24ാമത് ഗവർണറായിട്ട് 2016 സ്ഥാനമേറ്റത് ഊർജിത് ആർ പട്ടേലാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്?
സഞ്ജയ് മൽഹോത്രയാണ്. സഞ്ജയ് മൽഹോത്രയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ. സഞ്ജയ് മൽഹോത്ര. ഇന്ത്യയിലെ പരമ്പരാഗത ഋതുക്കളെ അടിസ്ഥാനമാക്കി മെയ് ജൂൺ മാസങ്ങളിൽ കാണുന്ന കാലാവസ്ഥ. മെയ് ജൂൺ മാസങ്ങളിൽ കാണുന്ന കാലാവസ്ഥ ഗ്രീഷ്മകാലമാണ്. ഗ്രീഷ്മകാലം. ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ എത്രയായി തിരിക്കാം? ഭൂപ്രകൃതി അനുസരിച്ച് 3 തിരിക്കുന്നത്. അവ ഏതൊക്കെയാണ്? തീരപ്രദേശം. ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ 3 തിരിച്ചിരിക്കുന്നത്. തീരപ്രദേശം, മലനാട്, ഇടനാട്. ആനമുടിയുടെ ഉയരം എത്ര? ആനമുടിയുടെ ഉയരം 2695 2695. ഉഷ്ണമേഖല വരണ്ട ഇലപൊഴിയും കാടുകൾ കേരളത്തിൽ കാണപ്പെടുന്നത് എവിടെ? ഉഷ്ണമേഖല വരണ്ട ഇലപൊഴിയും കാടുകൾ കാണപ്പെടുന്നത് മറയൂരാണ്. മറയൂർ. കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ജനസാന്ദ്രതയുള്ള ജില്ല. ജനസാന്ദ്രത ഏറ്റവും കുറവ് ഇടുക്കിയിലാണ്. ഇടുക്കി. ഉഷ്ണകാലത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് എവിടെയാണ്? ഉഷ്ണകാലത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് ബാമറാണ്. ബാമർ. കേരളത്തിലെ ഏറ്റവും അധികം വിളവൈവിധ്യമുള്ള പ്രദേശം. വിളവൈവിധ്യം ഇടനാടാണ്. ഇടനാട്. കേരളത്തിലെ ആദ്യത്തെ ജലസേചന പദ്ധതി പീച്ചിയാണ്. പീച്ചി. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല കണ്ണൂർ. കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ചുരമാണ് ആലട്ടി ചുരം. ഏറ്റവും വടക്കേ അറ്റത്തുള്ള ചുരം ആലട്ടി ചുരം. ഇന്ത്യയിലെ ആദ്യത്തേതും ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയതുമായ സൈക്കിൾ ഹൈവേ താഴെ പറയുന്ന ഏത് സംസ്ഥാനത്തിലാണ് തുറന്നു കൊടുത്തത്? സൈക്കിൾ ഹൈവേ ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം വാർട്ടൻ ഗർത്തമാണ്. വാർട്ടൻ ഗർത്തം. കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ നീളം കുറഞ്ഞ നദി ഏതാണ്? പാമ്പാറാണ്. പാമ്പാർ. തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയരത്തിൽ നേർത്ത തൂവൽ കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘം സിറസ് മേഘങ്ങളാണ്. സിറസ് മേഘങ്ങൾ. നേർത്ത തൂവൽ കെട്ടുകൾ പോലെ കാണപ്പെടുന്നത് സിറസ് മേഘങ്ങളാണ്. ഇന്ത്യയിൽ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി. ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ മലയാളി PT ഉഷയാണ്. PT ഉഷ. സുന്ദരവനം എന്ന പേര് ലഭിക്കാൻ കാരണമായ കണ്ടൽ ചെടി ഏതാണ്? സുന്ദരി കണ്ടലാണ്. സുന്ദരവനം എന്ന പേര് ലഭിക്കാൻ കാരണമായ കണ്ടൽ ചെടി സുന്ദരി കണ്ടൽ. കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല ഏതാണ്? പാലക്കാടാണ്. പാലക്കാട് ജില്ലയിലാണ് കറുത്ത മണ്ണ് കാണപ്പെടുന്നത്. ഇന്ത്യയിലെ ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസി ഏതാണ്? സർവേ ഓഫ് ഇന്ത്യയാണ്. ഇന്ത്യയിലെ ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസി സർവേ ഓഫ് ഇന്ത്യ. ദേശീയ സരസ് മേളയ്ക്ക് കേരളത്തിൽ ആതിഥ്യമരുളിയ ആദ്യ ജില്ല. സരസ് മേളയ്ക്ക് കോട്ടയമാണ്. കോട്ടയം. ദേശീയ സരസ് മേളയ്ക്ക് കേരളത്തിൽ ആതിഥ്യമരുളിയ ആദ്യത്തെ ജില്ലയാണ് കോട്ടയം. ആധുനിക ഇന്ത്യയിലെ സാമൂഹ്യ പുനരുദ്ധാരണത്തിനു വേണ്ടി സ്വാമി ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച പ്രസ്ഥാനം ആര്യസമാജ്. ആര്യസമാജം സ്ഥാപിച്ചതാരാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങൾ. അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങൾ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആരാണ്? ജവഹർലാൽ നെഹ്റുവാണ്. ജവഹർലാൽ നെഹ്റു. 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ആശയങ്ങൾ ഏതെല്ലാം? മതേതരത്വം, സ്ഥിതി സമത്വം എന്നിവയാണ്. മതേതരത്വം, സ്ഥിതി സമത്വം. എത്രാമത്തെ ഭേദഗതിയാണ്? 42ാമത്തെ ഭേദഗതി. മൈക്കൽ ആഞ്ചലോയുടെ ലാ പിയാത്തെ എന്ന പ്രശസ്ത ശില്പത്തിന്റെ മലയാള അർത്ഥം? കരുണ. ലാ പിയാത്തെ എന്ന പ്രശസ്ത ശില്പത്തിന്റെ മലയാള അർത്ഥമാണ് കരുണ. സ്വർണ ജയന്തി ഷഹാരി റോസ്ഗർ യോജന. സ്വർണ ജയന്തി ഷഹാരി റോസ്ഗർ യോജനയെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് ഉത്തരം.
നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനം, സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു. ഏതാണ്? സ്വർണ ജയന്തി ഷഹാരി റോസ്കർ യോജന. ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷനിലെ പുതിയ അംഗം തന്നിരിക്കുന്നതിൽ അരുൺ ഗോയൽ. ഇന്റർനാഷണൽ ചിൽഡ്രൻസ് ഡേ 2022 ആപ്തവാക്യം ഓരോ കുട്ടിയെയും ഉൾപ്പെടുത്തൽ എന്നാണ്. ഓരോ കുട്ടിയെയും ഉൾപ്പെടുത്തൽ. ലോക ശിശുദിനമായിട്ട് ആചരിക്കുന്നത് നവംബർ 20 നവംബർ 20 ലോക ശിശുദിനമായിട്ട് ആചരിക്കുന്നത്. 2024 തീം എന്ന് പറയുന്നത് ഭാവിയെ ശ്രദ്ധിക്കുക, ലിസൺ ടു ദ ഫ്യൂച്ചർ എന്നാണ്. ലിസൺ ടു ദ ഫ്യൂച്ചർ എന്നാണ് 2024 ഇന്റർനാഷണൽ ചിൽഡ്രൻസ് ഡേയുടെ ആപ്തവാക്യം. ലിസൺ ടു ദ ഫ്യൂച്ചർ, ഭാവിയെ ശ്രദ്ധിക്കുക. 2022 ഫിഫ വേൾഡ് കപ്പ് മത്സരങ്ങൾക്ക് ഉപയോഗിച്ച ഫുട്ബോളിന് നൽകിയിട്ടുള്ള പേര്. 2022 ഫിഫ വേൾഡ് കപ്പിലെ അൽ റിഹ്ലയാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, അൽ റിഹ്ല. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ ആദ്യ വോട്ട് രേഖപ്പെടുത്തുകയും കഴിഞ്ഞ ഹിമാചൽ പ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൻ്റെ 34ാമത് വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്ത വ്യക്തി ആരാണ്? ശ്യാം ശരൺ നേഗിയാണ്. അദ്ദേഹം അന്തരിച്ചു. അടുത്തത്, മനുഷ്യനിൽ ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ലുകൾ ഏതാണ്? ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ലുകളാണ് കോമ്പല്ല്. പ്രോട്ടീനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. പ്രോട്ടീൻ ശരിയായ പ്രസ്താവന. ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുക എന്നതാണ് പ്രോട്ടീനിന്റെ ധർമ്മം. ശരീര നിർമ്മിതിക്ക് ആവശ്യമായ ആഹാര ഘടകമാണ് പ്രോട്ടീൻ. ധാന്യങ്ങളിൽ പ്രോട്ടീൻ ധാരാളമായി അടങ്ങിയിരിക്കുന്നു. പ്രോട്ടീൻ കുറയുന്നത് വളർച്ച കുറയുന്നതിന് കാരണമാകുന്നു. ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 2, 4 എന്നിവ ശരിയാണ്. ശരീര നിർമ്മിതിക്ക് ആവശ്യമായ ആഹാര ഘടകം പ്രോട്ടീൻ. ധാന്യങ്ങളിൽ പ്രോട്ടീൻ ധാരാളമായി അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നതും ശരിയാണ്. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത കേരളത്തിന്റെ സാഹചര്യത്തിൽ നന്നായി വളരുന്ന വിത്തിനമാണ് പ്രിയങ്ക. ഇത് ഏത് വിളയുടെ വിത്താണ്? പ്രിയങ്ക. പാവലാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, പാവൽ. വരയാടുകൾ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ദേശീയോദ്യാനം. വരയാടുകൾ ഇരവികുളമാണ്. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഇരവികുളമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏത് എന്ന് ചോദിച്ചാലും ഇരവികുളമാണ്. ഇരവികുളം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലാണ്. ഒരു ഭക്ഷ്യ ശൃംഖലയിലെ അവസാന കണ്ണി മാംസഭോജിയാണെങ്കിൽ ആദ്യത്തെ കണ്ണി ഏതാണ്? ആദ്യത്തേത് ഹരിത സസ്യങ്ങളാണ്. 2021 പരിസ്ഥിതി ദിന സന്ദേശം. 2021 പരിസ്ഥിതി ദിന സന്ദേശം ഓപ്ഷൻ സി ആണ്. ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കൽ എന്നാണ് 2021 പരിസ്ഥിതി ദിന സന്ദേശം. ലോക പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുന്നത് ജൂൺ 5 ആണ്. ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂവത്കരണം, വരൾച്ച പ്രതിരോധം എന്നിവയാണ് 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ തീം. എന്താണ്? ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂവത്കരണം, വരൾച്ച പ്രതിരോധം. 2024 പരിസ്ഥിതി ദിനത്തിന്റെ ഹോസ്റ്റഡ് കൺട്രി ഏതാണ്? സൗദി അറേബ്യയാണ്. സൗദി അറേബ്യ. സാർസ് രോഗം മുഖ്യമായും ബാധിക്കുന്ന അവയവം ഏത്? സാർസ് ശ്വാസകോശത്തെയാണ്. ശ്വാസകോശം. പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസം. പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായിട്ട് മാറുന്നത് പ്രകീർണനമാണ്. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ. എന്തളക്കാൻ? അന്തരീക്ഷമർദ്ദം. ആദ്യമായി ബാരോമീറ്റർ നിർമ്മിച്ച അന്തരീക്ഷമർദ്ദം അളന്ന ശാസ്ത്രജ്ഞൻ ആരാണ്? ടോറിസെല്ലിയാണ്. ടോറിസെല്ലി. ആദ്യമായിട്ട് ബാരോമീറ്റർ നിർമ്മിച്ച അന്തരീക്ഷമർദ്ദം അളന്ന ശാസ്ത്രജ്ഞൻ ആരാണ്? ടോറിസെല്ലി. ഭക്ഷ്യവസ്തുക്കൾ ദീർഘകാലം കേടുവരാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു താഴെ പറയുന്നവയിൽ ഏതാണ്? സോഡിയം ബൻസയോനേറ്റ് ആണ്.
സോഡ കുപ്പി തുറക്കുമ്പോൾ വാതക കുമിളകൾ ഉയർന്നു വരുന്നു. ജലത്തിൽ ലയിച്ചു ചേർന്ന ഏത് വാതകമാണ് കുമിളകളായിട്ട് പുറത്തു വരുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ്. ദ്രുതഗതിയിലുള്ള ദോലനങ്ങളെ പറയുന്ന പേര്. ദ്രുതഗതിയിലുള്ള ദോലനങ്ങളെ പറയുന്ന പേരാണ് കമ്പനം. രസതന്ത്രത്തിൽ 2020 നോബൽ സമ്മാനം നേടിയ ശാസ്ത്രജ്ഞൻ ഇമ്മാനുവേൽ ഷാർപെന്റിയർ. മ്യൂക്കോർമൈക്കോസിസ് എന്ന രോഗം താഴെ തന്നിരിക്കുന്നവയിൽ ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ബ്ലാക്ക് ഫംഗസ്. COVID-19 ഉപയോഗിക്കുന്ന വാക്സിൻ ഏതാണ്? കോവാക്സിൻ. എംഫിസിമ ബാധിക്കുന്ന അവയവം. എംഫിസിമ ശ്വാസകോശത്തെ ബാധിക്കുന്നു. ശരീരനിർമ്മിതിക്ക് ആവശ്യമായ ആഹാരഘടകം പ്രോട്ടീൻ. ഈച്ച പരത്തുന്ന ഒരു രോഗമാണ് കോളറ. ഇൻസുലിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം. ഇൻസുലിൻ. പ്രമേഹം. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേരള ഗവൺമെൻറ് പദ്ധതിയാണ് താലോലം. ജീവകം എ അടങ്ങിയ ആഹാര പദാർത്ഥം ചീര. മന്ത് പരത്തുന്ന ജീവി കൊതുക്. രോഗപ്രതിരോധ ശേഷി ഗണ്യമായി കുറഞ്ഞ ഏത് രോഗാണുവിനും പ്രവർത്തിക്കുവാനുള്ള അവസ്ഥ സംജാതമാകുന്ന രോഗമാണ് എയ്ഡ്സ്. സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ്. സാർവത്രിക ദാതാവ് O ഗ്രൂപ്പ്. കേരള സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്. ജീവകം സിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് സ്കർവി. ശാരീരികവും മാനസികവുമായ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് മാർഗനിർദ്ദേശം നൽകുന്ന മുഴുവൻ സമയവും പ്രവർത്തിക്കുന്ന ടെലി ഹെൽപ്പ് ലൈൻ ഏതാണ്? ദിശ. കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള സൗജന്യ പെൻഷൻ പദ്ധതി സ്നേഹ സാന്ത്വനം. ഓപ്ഷൻ സി ആണ്. കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള സൗജന്യ പെൻഷൻ പദ്ധതിയാണ് സ്നേഹ സാന്ത്വനം. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിലേക്ക് എടുത്തിരിക്കുന്നത്. അടുത്തു വരുന്ന PSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായിട്ടും ഈ ക്വസ്റ്റ്യൻസ് പഠിച്ചിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കേരള PSCയുടെ ഫൈനൽ ആൻസർ കീ അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പറഞ്ഞു പോയിട്ടുള്ളത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.